ഹരികൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ജനുവരി 15 തൊട്ട് ജനുവരി 31 വരെക്കുള്ള ഒരു സമയത്തിനുള്ള ദിവസത്തിനുള്ള ഫലമാണ് പറയുന്നത്. ഇതിൽ ചിങ്ങൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാവം കൂടി ചെയ്യുന്ന ചിങ്ങക്കൂർ ചിങ്ങ രാശിക്കാർക്ക് ചാരവസാൻ 2ാം ഭാവത്തിൽ കേതു, 4ൽ ശുക്രൻ, 5ാം ഭാവത്തിൽ ചൊവ്വയും ബുധനും, 6ാം ഭാവത്തിൽ സൂര്യൻ, 7ാം ഭാവത്തിൽ ശനി, 8ാം ഭാവത്തിൽ രാഹു, 9ാം ഭാവത്തിൽ വ്യാഴൻ എന്നിവയാണ് നിൽക്കുന്നത്. ചിങ്ങൻ രാശിക്ക് 10 വരയ്ക്കും സൂര്യ ചാരവസാൽ ചിന്തിക്കുന്ന സമയത്ത് 6ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വളരെ പ്രഭാതമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേട്ടം കുറിക്കുക, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലിക്ക് പ്രവേശനം കിട്ടുക, പുതിയ മേഖലയിൽ പങ്കെടുക്കുക, കേസ് വഴക്കുകളെല്ലാം വിജയസാധ്യതയിൽ വരിക, ഭൂമി സംബന്ധമായിട്ടുള്ള തർക്ക വിഷയങ്ങളെല്ലാം മാറി അത് നേടിയെടുക്കാനുള്ള സാധ്യത കാണുക, പൂർവിക സ്വത്തെല്ലാം അനുഭവത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതയും മനസ്സിന് സുഖം കിട്ടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനും കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കടബാധയിൽ നിന്ന് തന്നെ മോചനം വരുവാനും കടത്തിൽ നിന്ന് കടത്തിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ള ഒരു കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ്. ഉദ്ദിഷ്ട കാര്യങ്ങളെ നടക്കാൻ പറ്റിയ ഒരു മാസമാണ്. കുറച്ച് കൂടുതൽ മേന്മ വരുവാനുള്ള ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന കാലഘട്ടം 15-16 ദിവസം ഉള്ളത് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ട്, അതായത് ബന്ധു സമൂഹമായിട്ടായാലും ഭവന സംബന്ധമായിട്ടാണെങ്കിലും ഭൂമി സംബന്ധമായിട്ടായാലും അതിന് നേതൃത്വം കൊടുക്കുവാനും അത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഭവന നിർമ്മാണം തുടങ്ങുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനും പുതിയ മേഖലകൾ സൃഷ്ടിക്കുവാനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനും പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ കൂട്ടുകെട്ടുകൾ വരുവാനുള്ള സാധ്യതയെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാസമാണ്, ഒരു ദിവസമാണ് ഈ 15 ദിവസ കാലയളവ് എന്ന് പറയുന്നത്. എന്ത് ഉത്തമകരമായിട്ടുള്ള കാര്യങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മകരമാസം ഉത്തരായണ കാലം തുടങ്ങുകയാണ്. ഉത്തരായണത്തെ കാലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുണ്യപ്രവർത്തനങ്ങളിലൊക്കെ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം ഗുണമേന്മയുള്ളൊരു സമയമാണ്. ജവാന്മാർക്കും ആർമിയിൽ പങ്കെടുക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഉന്മേഷം തരുവാനും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ വ്യാകുലരാകാനും അന്തസ്സ് വരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനെല്ലാം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള വിഹിതങ്ങൾ വല്ലതും കിട്ടുവാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാനുണ്ടെങ്കിൽ അത് വന്ന് ചേരുവാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് വിരമിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലപരമായിട്ടുള്ള സ്വീകരണങ്ങളും അഭിമാനങ്ങളും മര്യാദകളും കിട്ടുന്നൊരു സമയമാണ്. രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം പ്രമോഷനുകൾ കിട്ടുവാനുള്ള സാധ്യതകൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ വിജയകാര്യതയും മേലധികാരികളുടെ വർണ്ണനയും അതുപോലെ തന്നെ പുകഴ്ത്തുന്ന വാക്കുകളും അതുപോലെ തന്നെ അഭിമാനപരമായിട്ടുള്ള വാക്കുകളും കേൾക്കുവാനുള്ള സാധ്യതയും അവരുടെ അംഗീകാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും എല്ലാം ഉദ്ദിഷ്ടപരമായിട്ടാണ് കാണുന്നുണ്ട്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മനസമാധാനം കിട്ടുവാനും അവർ ചെയ്യുന്ന കാര്യം സുലഭകരമായിട്ട് പ്രവർത്തിക്കാനും ചെയ്യുന്നുണ്ട്. ആയുർവേദ രംഗത്ത് പുതിയൊരു ശൃംഖല ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആയുർവേദ സംബന്ധമായിട്ടുള്ള മേഖലയിൽ നല്ല ഗുണമേന്മയാണ് കാണുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ വളരെ ഗുണങ്ങൾ ഉണ്ടാകാനും സേനാധിപത്യം വഹിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനും ഗവേഷണ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനും അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കെടുക്കുവാനും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും എടുക്കുന്ന ജോലികളിൽ അത് കൃത്യനിഷ്ഠത പാലിക്കുവാനുള്ള സാധ്യതയും ഉണ്ടുതാനും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ കീർത്തി വരുവാനും വൻ വരുമാനം വന്നു ചേരുവാനും അവരവർ ചെയ്യുന്ന വർക്കുകളിൽ സംതൃപ്തനാകുകയും അതിന് വേണ്ട അംഗീകാരം കിട്ടുവാനുള്ള സാധ്യതയും ഇപ്പോൾ ഇവർ കാണുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ചിങ്ങം രാശിക്കാർക്ക് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ ഓരോരോ ദിവസങ്ങളും വളരെ വളരെ ഗുണമേന്മയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് എന്ന് തന്നെ പറയാം. അത് കാരണം നിങ്ങൾ ധൈര്യത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ തുനിഞ്ഞിറങ്ങുകയാണെങ്കിലും വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധനം മുടക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ധാരാളമായി ധനം മുടക്കുവാനും അത് പാഴാകില്ല എന്ന് പറയുവാനും സാധിക്കും. വിദേശത്തേക്ക് യാത്ര തിരിക്കുവാനും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുവാനും പറ്റിയ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. വിസയെല്ലാം പുതുക്കി
പുതുക്കേണ്ട സമയമാണെങ്കിൽ പുതുക്കി വരിക, അക്കാമ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നിവൃത്തി ചെയ്യുക, അങ്ങനെയുള്ളതും. അത് വിസിറ്റിംഗ് വിസയിൽ പോയി ജോലി കിട്ടുമോ എന്നൊരു സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയങ്ങളിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ വിസിറ്റിങ്ങിന് പോവുകയാണെങ്കിൽ ജോലി തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെ പറയാം. അത്രയ്ക്കും വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസമാണ് അല്ലെങ്കിൽ ദിവസമാണ് ഈ ജനുവരി മാസത്തിൽ അവസാന കാലഘട്ടത്തിൽ 15 തൊട്ട് 30 വരെയുള്ള കാലഘട്ടത്തിൽ വന്ന് ചേരാനുള്ളത് തന്നെ പറയാം. നമസ്കാരം.